പക്ഷെ ഇതൊന്നും കാണിക്കാനല്ല ഇന്നത്തെ മോർണിംഗ് വൈബ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് കണ്ടോ, മനോഹരമായിട്ട് മുടിയൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി നല്ല 2 ടൈപ്പ് പ്ലാന്റാണുള്ളത്. ഒന്ന് റെഡ് കളറുള്ള പൂവുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കർട്ടൻ ക്രീപ്പറുമാണുള്ളത്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വന്ന നമ്മുടെ കോഞ്ചിയ കണ്ടോ മേലെ, അതും ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി തുടങ്ങി. പക്ഷെ ഇതൊന്നും കാണിക്കാനല്ല ഇന്നത്തെ മോർണിംഗ് വൈബ്. ഇന്നത്തെ മോർണിംഗ് വൈബ് കാണേണ്ടത് ഇതാ ക്യാറ്റ്സ് ക്ലൗ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ കട്ട് ചെയ്ത് മനോഹരമാക്കി നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് കുറച്ച് ദൂരമൊന്നുമല്ല, ഇത് ഒരുപാട് ദൂരമുണ്ട്. ഇത് വയനാട് ജില്ല സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്മായിപ്പാലത്ത് തണ്ടേക്കാട് ഏലിയാസേട്ടൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലെന്ന് പറയാൻ പറ്റില്ല, ഏലിയാസേട്ടൻ്റെ വീടിൻ്റെ മതിലാണ് ഭംഗിയായിട്ട് വെട്ടി. അത് സാധാരണഗതിയിൽ പോലെയല്ല, ശരിക്കും കട്ട് ചെയ്ത് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നുള്ള ഒരുപാട് കണ്ണെത്താത്ത ദൂരത്തേക്ക് എന്നൊക്കെ പറയാം, അത്രയും ദൂരമുണ്ട്. മാത്രമല്ല പേൾ ഗ്രാസ് ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. റോഡ് സൈഡാണ്. റോഡ് സൈഡ് ഇത്രയും മനോഹരമാക്കി വെക്കുന്ന കുറച്ച് ആളുകളെ നമ്മുടെ നാട്ടിലുള്ളൂ. എപ്പോഴും വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കാനാണ് നമ്മുടെ ഗ്രീൻ ഹെവൻ ചാനൽ എപ്പോഴും ശ്രമിക്കുന്നത്. എന്തൊക്കെയായാലും ഇത് ക്യാറ്റ്സ് ക്ലൗ ആണല്ലോ, ഇത്ര വ്യത്യസ്തം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും വ്യത്യസ്തതയുണ്ട്. കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു വാള് അല്ലെങ്കിൽ ഒരു ചുമര് മുഴുവൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള കാഴ്ച വളരെ അപൂർവമാണ്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ ശരിക്കും വാൾ ക്രീപ്പർ ഇത്രയും വെൽ മെയിൻറ്റൈൻ ആയിട്ട് ശരിക്കും ഒരേപോലെ ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന കാഴ്ച വളരെ 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 അപൂർവമാണ്. എന്തായാലും ഇത്തരം കാഴ്ചകളാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ക്രിയേറ്റീവ് ഗാർഡൻ ബൈ ഷെനിൽ എന്ന് പറഞ്ഞ ചാനലിൽ, യൂട്യൂബ് ചാനലിലുണ്ടാവും. ഇതിൻ്റെ കാഴ്ചകളും മനോഹരിതയൊക്കെ ഇനിയും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.